ഇത് നമ്മുടെ ഷോപ്പിൽ വന്ന റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഇൻറ്റർസെപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഒരു 20 to 40 കിലോമീറ്റർ സ്പീഡിൽ കയറുന്നതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള മിസ്സിങ്, വണ്ടിക്ക് വലിവില്ല. വണ്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പീഡ് കയറി കഴിഞ്ഞാൽ വണ്ടി നല്ലപോലെ ഔട്ട് കിട്ടുന്നുണ്ട്, കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ആ ടൈമിൽ ഈ വണ്ടി ഭയങ്കര കംപ്ലയിൻസും മിസ്സിങ്ങും കാണിക്കുന്നുണ്ട്. നമ്മളപ്പോൾ ബേസിക്കായിട്ട് എയർ ഫിൽറ്റർ നോക്കിയ സമയത്ത് എയർ ഫിൽറ്റർ അത്യാവശ്യം ഡേർട്ടി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്തു. അതോടൊപ്പം പ്ലഗ് അഡാപ്റ്റേഴ്സ് ഞാൻ നോക്കിയപ്പോൾ അത് ബജാജിൻ്റെ പ്ലഗ് അഡാപ്റ്റേഴ്സ് ആയിരുന്നു അത് വണ്ടിക്കകത്ത് യൂസ് ചെയ്തിരുന്നത്. അത് മാറ്റിയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ജെനുവിൻ പ്ലഗ് അഡാപ്റ്റേഴ്സും പ്ലഗും യൂസ് ചെയ്തു. അതോടൊപ്പം ഞാൻ അതിൻ്റെ കോമൺ ഡ്രൈവിൽ ചെക്ക് ചെയ്ത് നോക്കിയ ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചെക്ക് ചെയ്ത് നോക്കിയാൽ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഇഞ്ചക്ടർ അഴിച്ച് നോക്കിയപ്പോഴാണ് ഈ വണ്ടിയുടെ എക്സാക്ട് കംപ്ലയിൻറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായത്. ഇഞ്ചക്ടറിൻ്റെ ത്രോട്ടിൽ ബോഡിയുടെ ഭാഗമെല്ലാം അത്യാവശ്യം നല്ല ഡേർട്ടി ആയിട്ട് അത്യാവശ്യം എൻ്റെ കാർബൺ ഡെപ്പോസിറ്റ് തുരുമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്തു. അതോടൊപ്പം ഇഞ്ചക്ടറും നമ്മൾ പുറത്ത് വെച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇഞ്ചക്ടറിന് കംപ്ലയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞങ്ങളത് ഇഞ്ചക്ടേഴ്സ് എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഫേസൊക്കെ അത്യാവശ്യം ഇഞ്ചക്ടറിൻ്റെ ഫേസ് 4 ഹോൾ വരേണ്ട അടുത്തെല്ലാം അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് അതോടൊപ്പം കോമൺ ഡ്രൈവിൽ അതിൻ്റെ ടാങ്ക്, പമ്പ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം വണ്ടി റീഫിറ്റ് ചെയ്ത് ഓടിച്ച് നോക്കിയ സമയത്ത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടി. നല്ല രീതിയിൽ വണ്ടി കയറുന്നുണ്ട്. ആ ഒരു കംപ്ലയിൻറ്റ്സ് എല്ലാം വണ്ടിയുടെ സോൾവായി നല്ല പക്കായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റി നമുക്ക്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇഞ്ചക്ടേഴ്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരു കംപ്ലയിൻറ്റ് വരാം. നമ്മൾ OBD-യിലൊന്നും സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കംപ്ലയിൻറ്റ്സ് ഒന്നും കാണിക്കുന്നില്ല, വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ വണ്ടിക്ക്. നമുക്ക് OBD-യിലൊന്നും സ്കാൻ ചെയ്താൽ കംപ്ലയിൻറ്റ്സ് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ ഒരു മൈൻഡ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് ആ കംപ്ലയിൻറ്റ് കിട്ടി, നല്ല റിസൾട്ട് കിട്ടി.